സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ പ്രഭാവതിയോട് ആ സ്വാമി പറഞ്ഞതനുസരിച്ച് സിദ്ധാർത്ഥനും പ്രഭാവതിയും ചേർന്ന് വീട് മാറാൻ തീരുമാനിക്കുകയാണ്. ആ വിവരം ഗിരീഷിനെ വിളിച്ചു വരുത്തി സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിപ്പോൾ തൽക്കാലം ആരോടും പറയണ്ട, വീട്ടിലെന്തെങ്കിലും പണി നടക്കുന്നതുകൊണ്ട് മാറണേന്ന് പറഞ്ഞാൽ മതി, നീ ഇത് രജനിയോട് പറഞ്ഞേരെ, എന്തായാലും അതിൻ്റെ ആവശ്യമുണ്ടോ സാർ, ആ വീട്ടിൽ താമസിച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം പ്രഭയ്ക്ക് ആകെ പേടിയാണ്. ഇനി ഒരു രാത്രി പോലും അവിടെ ഉറങ്ങാൻ വരാൻ പ്രഭയ്ക്ക് ഇഷ്ടമല്ല. എന്തായാലും ഇന്ന് തന്നെ ഞങ്ങൾ വീട് മാറും, അത് രജനിയോട് പറഞ്ഞാൽ മതി. ഇനി മേഡത്തെ പറഞ്ഞ് തിരുത്താൻ പറ്റില്ല സാറെന്ന് ചോദിക്കുമ്പം പ്രഭയെ പറഞ്ഞ് തിരുത്തിയിട്ടൊന്നും കാര്യമില്ല, പ്രഭയുടെ മനസ്സിപ്പോൾ ആകെ പേടിയായിട്ടിരിക്കുക, ഇപ്പോൾ പല കാര്യങ്ങളും ആയില്ലേ, എന്നും വീട്ടിൽ പ്രശ്നങ്ങൾ തന്നെ, അതുകൊണ്ട് വീട് മാറണമെന്ന്. പിന്നെ ഈ സമയത്ത് ഇസവല്ലയാണെങ്കിൽ ഈ നന്ദനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടാവണതും ഈ കെവിനോട് പറയുന്നുണ്ട്. ഇനി നന്ദനും അവളും എല്ലാം പറഞ്ഞ് സംസാരിച്ച് ഒന്നായിട്ടുണ്ടാവുമെന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, അതിനൊന്നും സാധ്യതയില്ല, അവനങ്ങനെ പറയുമൊന്നുമില്ല, നമ്മളോട് ചോദിക്കാണ്ട് ഒരു കാര്യം പറയാനുള്ള ധൈര്യമൊന്നും അവനിക്കില്ല എന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാ സത്യങ്ങളും പറഞ്ഞ് ദൈവികമായിട്ട് കോംപ്രമൈസ് ആവാനാണ് അവൻ്റെ തീരുമാനമെങ്കിൽ എൻ്റെ മറ്റൊരു മുഖവും കാണും, എന്തായാലും നീ അവനോട് പറഞ്ഞേരെ എനിക്ക് വേറൊരു മുഖം കൂടി ഉണ്ടെന്ന്, ഇനി ഒരിക്കലും ദേവികയും നന്ദനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇസബല്ല ദേഷ്യപ്പെടുമ്പോൾ കെവിനാണെങ്കിൽ വീണ്ടും ഫോൺ എടുത്ത് ഈ നന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണത്. പിന്നീട് നമ്മളുടെ മുരളിയോട് കെവര് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയായി ആസ്പത്രിയിലെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു, റൂമിലോട്ട് മാറ്റി, എന്തായാലും ഈ നന്ദൻ ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ അതിന് നന്ദൻ മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ, അറിയാതെ സംഭവിച്ചു പോയതല്ലേ, എന്തായാലും ഇനിയിപ്പോൾ ദേവികയ്ക്കും ശാരികയ്ക്കും അതുപോലെ രാധികാൻ്റിക്കൊക്കെ നന്ദനോടുള്ള ദേഷ്യം കൂടി കാണില്ലേ എന്ന് ചോദിക്കുമ്പം പിന്നെ കൂടാതിരിക്കും, മനഃപൂർവ്വം അല്ലെങ്കിലും അവരാണെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്കൊന്നും വന്ന പോലുമില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് അവനൊന്ന് ആസ്പത്രി വരെ വരാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, അത് അവനക്കും കൂടി തോന്നണ്ടേ, എന്തായാലും അവൻ വരേണ്ടതായിരുന്നു, വരാതിരുന്നത് വലിയ തെറ്റായിപ്പോയി എന്ന് പറയുമ്പം ഈ ഭാർഗവി വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആ മീരയുടെ ആത്മാവ് ഇപ്പോഴും ചന്ദ്രോത്ത് കിടന്ന് വട്ടം തിരിയുന്നുണ്ട്, അതുകൊണ്ട് ചന്ദ്രോത്ത് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ടുണ്ടാവണേന്ന് പറയുമ്പോൾ ഗൗരിയും മുരളിയും പറയുന്നുണ്ട്, ഇനി അമ്മ ആവശ്യമില്ലാത്തത് പറഞ്ഞോ, മീരയുടെ ആത്മാവ് കൊണ്ട് പ്രശ്നം ഉണ്ടാവണേന്ന്, അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭാർഗവി വഴക്ക് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, എനിക്കത് ഉറപ്പാണ്, എന്തായാലും ഞാനൊന്ന് പ്രഭക്കുഞ്ഞിനെ കാണാൻ പോകുന്നുണ്ട്, ഇന്ന് തന്നെ എനിക്കൊന്ന് പ്രഭക്കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞ് ഈ ഭാർഗവി പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ പറയണ വരെ നീ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമോ, ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുകയോ ചെയ്യരുത്, ഇനി നമുക്ക് കടുത്ത കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, എന്ത് തീരുമാനം വെച്ചാൽ ഞാനിപ്പോൾ തന്നെ സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങാമെന്ന് പറയുമ്പം അതൊന്നും വേണ്ട, സത്യത്തിൽ എന്താ സംഭവിച്ചേക്കണേന്നൊക്കെ എനിക്ക് മനസ്സിലാക്കണം, അതുമാത്രമല്ല ഋഷിയെ കൊന്നു പറഞ്ഞ് നേരിട്ട് സ്റ്റേഷനിലേക്ക് ചെന്നാൽ ഋഷിയുടെ ബോഡി എവിടെയാണെന്ന് പറയേണ്ടി വരും, അതെവിടെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കണം, എന്നിട്ട് വേണം ഇത് നിയമത്തിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന്. ഈ സമയത്ത് നമ്മളുടെ ശാരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയില്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. കാരണം ശാരിക ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ നന്ദൻ ഇതുപോലൊരു തെറ്റ് ചെയ്യുമെന്ന്. ദേവിക സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതും ശാരിക ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാ ചേച്ചിയുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ശാരി, ഞാൻ ഈ വിവരം ചന്ദ്രമതി ആൻറ്റിയോട് പറഞ്ഞു, അപ്പോൾ ചന്ദ്രമതി ആൻറ്റി എൻ്റെ ഐഡിയ പോലെ കാര്യങ്ങൾ നടത്താനാണ് പറഞ്ഞത്, അച്ഛനും അമ്മയൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ശാരിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഗിരീഷ് ചേട്ടനെ അറിയുമെന്ന് ചോദിക്കുമ്പം ഇല്ല, ഗിരീഷ് ചേട്ടനോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, ഗിരീഷ് ചേട്ടനെ അറിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും നന്ദുവിനെ ഈ അവസ്ഥയിൽ കൈവിട്ട് കളയാൻ എനിക്ക് പറ്റില്ല ശാരി, പിന്നെ എന്ത് ചെയ്യാനാ ചേച്ചിയുടെ പ്ലാൻ എന്ന് വയ്ക്കുമ്പം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം, നന്ദു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നത്. പിന്നീട് നമ്മളുടെ രാധികയാണെങ്കിൽ മാധവനെ കാണാൻ ചെല്ലുന്ന സമയത്ത് മാധവനോട് ചോദിക്കുന്നുണ്ട്, മാധവേട്ട സത്യത്തിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചത്, നന്ദൻ മനഃപൂർവ്വം മാധവേട്ടനെ തല്ലി വീഴ്ത്തിയതാണെന്ന് ചോദിക്കുമ്പം അല്ല രാധിക, നന്ദൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കുറേ പേര് ചേർന്ന് നന്ദനെ ആക്രമിക്കുമായിരുന്നു, ആ സമയത്ത് നന്ദനെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ ചെന്ന്, നന്ദൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു വടിയെടുത്ത് അവരെ തല്ലി ഓടിക്കുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ ഇടയിലേക്ക് ചെന്ന് കയറിയത്, അന്നേരം നന്ദൻ തല്ല് അറിയാതെ എൻ്റെ തലയിൽ കൊണ്ടതാണ്, അല്ലാതെ നന്ദൻ മനഃപൂർവ്വം എന്നെ തല്ലിയതൊന്നും അല്ലാന്ന്. അത് കേട്ടതും
രാധിക പറയുന്നുണ്ട് അവിടെ ഷാരിയൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ്. നന്ദൻ മനഃപൂർവ്വം മാധവേട്ടനെ തല്ലിയതാന്ന് അവള് പറയണേ, അതും കൊല്ലാൻ നോക്കിയെന്നൊക്കെയാണ് ഷാരി പറയണേ. അത് ചോദിക്കാനായിട്ട് മോള് ചന്ദ്രോത്ത് ചെന്നിരുന്നു എന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് രാധിക നടക്കുന്നത്, എന്തിനാ മോളത് ചോദിക്കാനായിട്ട് ചന്ദ്രോത്തേക്ക് പോയത്, എനിക്ക് ബോധം തെളിഞ്ഞ് എന്നോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മാധവേട്ടൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അവർക്കത് സഹിക്കാൻ പറ്റണ്ടായില്ല. അതാ നന്ദൻ തല്ലിയിട്ട മാധവേട്ടൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് വേഗം തന്നെ മോളങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് മോള് വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മാധവേട്ട, വന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവളൊന്നും പറഞ്ഞില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിനെയും നന്ദനെയാണ്. പ്രഭാവതി ആണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് താമസം മാറുക, ഈ വീട്ടിൽ താമസിച്ചിട്ട് ഒരു സ്വസ്ഥതയില്ല എന്ന് പറയുമ്പം അതെന്തിനാ അമ്മേ നമ്മളിപ്പോൾ ഈ വീട് മാറണേന്ന് വയ്ക്കുമ്പോൾ മാറണം മോനെ, ഇന്ന് ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ ആ സ്വാമി എന്നോട് പറഞ്ഞു ഈ വീട്ടിൽ ഏതോ ഒരു ദുർമരണപ്പെട്ട ആത്മാവുണ്ടെന്ന്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം, അതിപ്പോൾ മീരയുടെ ആണോ ഋഷിയുടെ ആണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് മിക്കവാറും ഋഷിയുടെ തന്നെയായിരിക്കും അമ്മേ, എനിക്കെന്തോ പേടിയാവണു, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോണേ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അമ്മ മോൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അതല്ല അമ്മേ ദേവി എന്നെ വിശ്വസിച്ചിട്ടുണ്ടാവോ, ദേവി എന്നോട് ക്ഷമിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവികയെക്കുറിച്ച് നീ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, നേരത്തെ തന്നെ ദേവികയോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അവൾ നിൻ്റെ കൂടെ തന്നെ നിന്നേനെ, നീ എല്ലാം മറച്ചു വെച്ചത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അമ്മയല്ലേ എന്നോട് പറഞ്ഞത് വേറെ ആരും അറിയണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്, പല പ്രാവശ്യം ഞാൻ തുടങ്ങിയതാ ദേവിയോട് സത്യങ്ങൾ പറയാൻ, പിന്നീട് ഇസബല്ലയുടെയും കെവിൻ്റെയും കാര്യം ഓർത്തിട്ട് അതെല്ലാം മറച്ചു വെച്ചേ, ഇനി എന്തായാലും വേണ്ടില്ല നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാമേന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഇപ്പം തന്നെ നീ ഇത് ആരോടും പറയാൻ നിൽക്കണ്ട, അച്ഛനും ദേവിക എല്ലാവരും ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനത്തിലെത്തട്ടെ, തൽക്കാലം നമുക്കിവിടുന്ന് താമസം മാറാം, പക്ഷേ നീ ഇവരും മറ്റുള്ളവരോട് ആരോടും പറയണ്ട, അപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനാണ് അച്ഛൻ പറഞ്ഞേക്കണേന്ന് പറയുമ്പം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, തൽക്കാലം നീ ഇസബല്ലേനെയോ കെവിനെയോ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട. അങ്ങനെ പ്രഭാവതി അങ്ങോട്ട് പോയതും നമ്മളുടെ നന്ദനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അവരുടെ റൂമിൽ നന്ദനും ദേവികയും കൂടി സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്ന കാര്യങ്ങളും ദേവികയെ പ്രണയിച്ച് ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും, പിന്നീട് ദേവിക ഹോട്ടലിൽ വെച്ച് ഇസബല്ലേനെയും നന്ദനെയും കൈയോടുകൂടി പിടിച്ചതും ഇസബല്ലയുടെ കൂടെ ഇനി ജീവിച്ചോ, ഇതിനെ വെറുതെ തന്നാൽ പോലും എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് അവിടുന്ന് നന്ദനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി പോരുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നന്ദനാണെങ്കിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്നാലും ദേവിക്ക് എങ്ങനെ തോന്നി എന്നോട് അങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. ഈ നേരത്ത് നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ വീണ്ടും നന്ദന് ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും നന്ദൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫാണ്. ഇവനിതെന്താ ഫോൺ എടുക്കാത്ത, ഇത്രയും നേരം എങ്ങനെയാണ് ഫോൺ ഓഫായി പോകുന്നത്, ഇനിയിപ്പോൾ അവൻ മനഃപൂർവ്വം എന്നെ പറ്റിക്കുകയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടൂല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യം പൂണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇസബല്ല വേഗം തന്നെ ഫോണെടുത്ത് കെവിനെ വിളിച്ചിട്ട് കെവിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് ചന്ദ്രോത്ത് വരെ പോകണം, എന്തിനാ വല്ല ഇപ്പം നമ്മൾ പോയാൽ അത് പ്രശ്നമാവില്ല എന്ന് വയ്ക്കുമ്പോൾ ഒരു പ്രശ്നമാവില്ല, എനിക്ക് നന്ദനെ നേരിട്ട് കാണണം, അവൻ എന്തുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണേന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും സ്വിച്ച് ഓഫ് ചെയ്തേക്കണേ, തൽക്കാലം നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കണേ നല്ലതെന്ന് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട് പറ്റില്ല കെവിൻ, എനിക്ക് ഇപ്പം തന്നെ നന്ദനെ കാണണം, ഇനി നന്ദനും ദേവികയായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല, അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരണം, നമുക്ക് ചന്ദ്രോത്ത് പോകണമെന്നും പറഞ്ഞ് വാശി പിടിക്കുമ്പം കെവിനാണി പറയുന്നുണ്ട് എന്നാൽ ഞാനിപ്പോൾ വരാം, നീ അവിടെ നിൽക്കുന്ന. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനും സിദ്ധാർത്ഥനും പ്രഭാവതിയൊക്കെ ചന്ദ്രോത്ത് നിന്ന് മാറി പുതിയ വീട്ടിലേക്ക് വന്നേക്കാണ്. അവിടെ വന്നിട്ടും സിദ്ധാർത്ഥൻ നന്ദനോട് പറയുന്നുണ്ട് നന്ദ നീ ഒരു കാരണവശാലും ഫോൺ സ്വിച്ച് ഓൺ ചെയ്യരുത്, നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, പിന്നെ നമ്മളിങ്ങോട്ട് താമസം മാറിയ വിവരം നീ തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട, ദേവിയോട് പറയണ്ട അച്ഛാന്ന് ചോദിക്കുമ്പം ദേവികയോട് ഞാൻ പറഞ്ഞോളാം, നീയായിട്ട് ആരോടും പറയാനും നിൽക്കണ്ട, നിൻ്റെ ഫോൺ ഒരിക്കലും സ്വിച്ച് ഓൺ ചെയ്യുകയും വേണ്ട, ആ ഫോണിൽ നിന്ന് ആരെയും വിളിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ നേരം നന്ദൻ പറയുന്നുണ്ട് ഇല്ല അച്ഛൻ പറയണ പോലെ ഞാനിനി കേൾക്കുള്ളൂ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ല കെവിനും കൂടി ചന്ദ്രോത്തേക്ക് വരാണ്. ചന്ദ്രോത്ത് വന്ന് വണ്ടി നിർത്തി ഇറങ്ങുമ്പം അവിടെ ആരും ഇല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്തിട്ട് ഇസബല്ല കെവിനോട് പറയുന്നുണ്ട് കെവിൻ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നണമല്ലോ എന്ന് പറയുമ്പം അവിടെ പ്രഭാവതി ആൻറ്റി എന്തായാലും ഉണ്ടാവും, നമുക്ക് ബെല്ലടിച്ച് നോക്കാമെന്നും പറഞ്ഞ് ഇസബല്ല വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ടെങ്കിലും അകത്തുനിന്ന് ഒരനക്കവും ഇല്ല. ആ സമയത്ത് കെവിനാണെങ്കിൽ ഫോണെടുത്ത് വീണ്ടും നന്ദനെ വിളിക്കുമ്പോൾ നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് ഇസബല്ല വീണ്ടും ബെല്ലടിക്കുന്നുണ്ടെങ്കിലും
ആരും വന്ന് ഡോറ് തുറക്കണില്ല. അന്നേരം ഇസബെല്ല കെവിനോട് ചോദിക്കുന്നുണ്ട്, കെവിൻ ഇവരാരും ഇവിടെ ഇല്ലേ, ഇനിയിപ്പോൾ ഇവരൊക്കെ എവിടെ പോയതായിരിക്കുമെന്ന് ചോദിക്കുമ്പം അറിയില്ലല്ലോ, അവരെവിടെയെങ്കിലും പോയതായിരിക്കും, എന്തായാലും അവർ വരട്ടെ, അത് പറ്റില്ല, ഇപ്പം തന്നെ അവരെവിടെയാണെന്ന് എനിക്ക് അറിയണമെന്ന് ഇസബെല്ല പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മളറിയുക, നന്ദൻ ഫോൺ എടുക്കണില്ലല്ലോ. അന്നേരം ബെല്ല പറയുന്നുണ്ട്, എന്തൊക്കെയോ അപകടം എനിക്ക് മണക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചതിന് വിപരീതമായിട്ടാണ് നന്ദനെല്ലാം ചെയ്യണമെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാറിൽ കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനാണെങ്കിൽ രജനിയോട് വന്നിട്ട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥൻ സാറിനെ ഞാനിന്ന് കണ്ടിരുന്നു, എന്താ അച്ഛൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, ചന്ദ്രോത്തുനിന്ന് അവർ താമസം മാറുമെന്ന്. അത് കേട്ടതും രജനി ചോദിക്കുന്നുണ്ട്, ഇപ്പം പെട്ടെന്ന് ചന്ദ്രോത്തുനിന്ന് താമസം മാറാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പം കുറേ നാളുകളായിട്ട് ചന്ദ്രോത്ത് എന്നും പ്രശ്നങ്ങളല്ലേ, അതുകൊണ്ട് ആ വീടിൻ്റെ ദോഷമാണെന്നും പറഞ്ഞ് പ്രഭാവതി മേഡത്തിനോട് ഏതോ ഒരു സ്വാമി അവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് മേഡവും സിദ്ധാർത്ഥൻ സാറും നന്ദനും കൂടി നിങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു പഴയ വീട്ടിലെ ആ വീട്ടിലേക്ക് ഇന്ന് താമസം മാറുമെന്ന്. അത് കേട്ടതും രജനി പറയുന്നുണ്ട്, ഇതെന്താ അച്ഛനും അമ്മയ്ക്കൊക്കെ തലയ്ക്ക് സുഖമില്ലാണ്ടായോ, ഓരോ സ്വാമിമാർ പറയണമെന്ന് കേട്ട് വീട് മാറണേന്തിനാ, ആ വീട്ടിൽ താമസിച്ചിട്ടൊന്നും അല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അതെല്ലാം ആ ദേവികയുടെ അഹങ്കാരം കൊണ്ട് ഉണ്ടായതാന്ന് പറയുമ്പം ഗിരീശൻ പറയുന്നുണ്ട്, മതി രജനി, നിനക്ക് എന്ത് പറഞ്ഞാലും ദേവികയെ കുറ്റപ്പെടുത്തണം എന്നല്ലേ ഉള്ളൂ, എന്തായാലും നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താമെന്ന്. അത് കേട്ടതും രജനി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഗിരീഷിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.